ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്സുകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ച. നമ്മൾ കറുപ്പ് ഞായർ എന്നൊക്കെ പറയുന്ന പരിഹാര പ്രദക്ഷിണങ്ങളൊക്കെ നടത്തുന്ന ഈ തപസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഞായറാഴ്ച, അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ ഓശാനിലേക്ക് പ്രവേശിക്കേണ്ട വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് തപസ്സാചരണത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലൂടെയും, ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം തുടങ്ങിയ കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് ഒരു ആത്മവിമലിനീകരണം എന്നൊക്കെ പറയുന്നത്, ശുദ്ധീകരണം ഒക്കെ സാധ്യമായി നമ്മൾ പ്രധാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. മിക്ക ദേവാലയങ്ങളിലും കുംഭസാരം എന്ന കുദാശയിലൂടെ തപസ്സാചരണത്തിൻ്റെ ആ പരിപൂർണ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പം നമ്മൾ ഇന്നത്തെ 1-ാം വായന നമ്മൾ വായിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. നമ്മൾ എസെക്കിയേലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ അസ്ഥികളുടെ താഴ്വരയിൽ പ്രസംഗിച്ചിട്ട് ഈ അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ഈ ഭാഗം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. ഈ കുംഭസാരം എന്ന കുദാശയെ കുറിച്ച് തന്നെ നമ്മളിത് ഇങ്ങനെ വായിച്ചെടുക്കേണ്ടത്. നമ്മളുടെ ആത്മാവ് മൃതമായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, ആത്മാവിൻ്റെ ആത്മീയതയുടെ മരണം. ആത്മാവിൻ്റെ മരണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ മരണപ്പെട്ട് അതായത് ദൈവ ചൈതന്യം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നും തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും, കല്ലറകൾ തുറന്ന് തന്നെ ഞാൻ ഉയർത്തും എന്ന് പറയുന്ന വാക്യമാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരാം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം, നമ്മൾ ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം വായിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി യേശു നടത്തിയ 3 മരണത്തിൽ നിന്നുള്ള തിരിച്ച് വിളിയെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കലുകളെ നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. വിശുദ്ധ അഗസ്തീനോസിന്റെ ഒരു പഠനമാണിത്, വിശുദ്ധ അഗസ്തീനോസിന്റെ വ്യാഖ്യാനമാണിത്. 3 പേരെ യേശു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. 1-ാമത്തെ വ്യക്തി ജൈറൂസിന്റെ മകളാണ്. 2-ാമത്തത് ഒരു നായിമിലെ ഒരു വിധവയുടെ ഏക സന്താനമാണ്. 3-ാമത്തത് ലാസറാണ്. ഇങ്ങനെ 3 വ്യക്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അഗസ്തീനോസിന്റെ വ്യാഖ്യാന പ്രകാരം ഇത് 3 തരം ഉയർത്തെഴുന്നേൽപ്പിക്കലുകളാണ്. 1-ാമത്തേത് 3 തരം പാപത്തിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ് യേശു. 1-ാമത്തേത് വിചാരത്താനുള്ള പാപം, 2-ാമത്തേത് പ്രവർത്തിയാനുള്ള പാപം, 3-ാമത്തേത് ശീലമായി പോയ പാപം. ഈ 3 തരങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് കുംഭസാരം എന്ന കുദാശ കൊണ്ട് സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന 3 സംഭവങ്ങളാണ് നമ്മൾ ഈ 3 ഉയർപ്പിക്കലുകളിൽ നമ്മൾ കാണുന്നത്. 1-ാമത്തേലേക്ക് കിടക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ നമ്മൾ ആ ജൈറൂസിന്റെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈശോ പോവുകയാണ്. അവൾ എവിടെ ഇല്ല, വീട്ടിലാണ്. 1-ാമത്തെ കാര്യം പറയുന്നത് വീട്ടിലാണ്. ജൈറൂസ് എന്നൊരാൾ വന്നിങ്ങനെ ഈശോയോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ 5:38 നമ്മൾ അതിനിടയിലാണ് മറ്റേ രക്തസ്രാവക്കാരിയുടെ സൗഖ്യപ്പെടുത്തലൊക്കെ, അവൾക്ക് സൗഖ്യം ലഭിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഈശോ വീട്ടിലേക്ക് വരികയാണ്. വലിയ വിലാപവും നിലവിളിയും ഒക്കെ കേൾക്കുന്നു. 5:38 ഈശോ അവരോട് കരയണ്ടെന്ന് പറയുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, ആദ്യത്തെ 3 ഉയർപ്പിക്കലുകളിലും കരയണ്ട എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ഈശോ ഇങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾ കരയണ്ട, ഒരു പ്രതീക്ഷ കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക. ഈ കരയണ്ട എന്ന് പറയുന്ന വാക്കിനകത്തൊരു പ്രത്യാശയുണ്ട്. നിങ്ങൾ കരയണ്ട, ഇതിങ്ങനെ തീർത്ത് നശിച്ചു പോയിട്ടൊന്നുമില്ല, തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ അവിടെ കരച്ചിലെന്ന് പറയുന്നത് കുംഭസാരത്തിലെ അനുതാപവും വേദനയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ഈശോ പറയാണ്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, പുറത്തു കിടക്കാൻ സാധിക്കും. എന്നിട്ട് ഈശോ അകത്ത് പ്രവേശിക്കുന്നു.
ഈ അകത്ത് പ്രവേശിക്കുക എന്ന വാക്കുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുട്ടി അകത്താണ്, ഈ മരണപ്പെട്ട കുട്ടി അകത്താണ്. ആ അകത്ത് പ്രവേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് വിചാരത്തിനുള്ള പാപത്തെ കുറിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഈശോ കടക്കുന്നു. ഉള്ളിലേക്ക് ഈശോ കടന്നിട്ട് പറയുകയാണ്, തരീത്താക്കും ബാലിയെ എഴുന്നേൽക്കുക, നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. വിചാരങ്ങളിലൂടെ പാപം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയും കുമ്പസാരത്തില്. നമ്മുടെ വിചാരത്തിൽ അത് ഉള്ളിലാണ്, വീട്ടിനകത്താ, ഉള്ളിലായിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ പാപാവസ്ഥയിലാണ് നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് ഈ ജായിറൂസിന്റെ മകൾ എന്നാ പറയുക. ഈ ജായിറൂസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് യാഹ്വേ എൻലൈറ്റൻസ് എന്നാണ്. യഹോവ ഇത് ബോധോദയം നൽകുന്നു. എൻലൈറ്റൻമെന്റ് എന്നൊക്കെ പറയുന്ന വാക്കിന് ബോധോദയം തന്നെ അങ്ങനെ ഒരു സുബോധം നൽകുന്നു. യഹോവ അവന്റെ മനസ്സിനെ പ്രകാശിതമാക്കുന്നു. എൻലൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞു, പ്രകാശിതമാക്കുന്നു. അപ്പം വിചാരത്താലുള്ള പാപത്തിൽ പെട്ടുപോയതായിട്ടാണ് നമ്മൾ വീട്ടിനകത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ കുട്ടിയെ സൂചിപ്പിക്കുന്നത്. അത് ആ കുട്ടിയുടെ അപ്പന്റെ പേരിലൂടെ നൽകുന്നൊരു സൂചനയുണ്ട്. യഹോവ നിന്റെ മനസ്സിനെ പ്രകാശിതമാക്കും, എന്നിട്ട് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. തലീത്താക്കും, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. നിന്റെ വിചാരങ്ങളിൽ നിന്നും, നിന്റെ പാപകരമായ വിചാരങ്ങളിൽ നിന്നും ദൈവം നിന്നെ കൈക്ക് പിടിച്ചുയർത്തുന്ന ഇടപെടലിന്റെ പേരാണ് കുമ്പസാരം. നമുക്ക് രണ്ടാമത്തിലേക്ക് പോകാം. ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 12 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് നമ്മൾ വിധവയുടെ ഏകസന്താനത്തെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന സംഭവം നമ്മൾ വായിക്കുന്നത്. ഇവിടെ വിധവയുടെ മകൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അപ്പന്റെ പേരും പറഞ്ഞു. ഇവിടെ അപ്പനില്ല. വിധവ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മകനെ സംബന്ധിച്ചിടത്തോളം അവന് അപ്പനില്ല. അതായത് അവന്റെ മേലുള്ള അവന്റെ പ്രവർത്തികളുടെ മേൽ അവനൊരു പിതൃത്വം അല്ലെങ്കിൽ അവനൊരു ശക്തി ഇല്ലാതായിരിക്കുന്നൊരവസ്ഥ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. ഈ വ്യക്തിയല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ പാപമാണ്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുള്ള പാപത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, കരയണ്ട. അത് ഇവിടെയും പറയുന്നുണ്ട്, കരയണ്ട. അത് പ്രതീക്ഷ കൊണ്ട് അവന് പുറത്തു വരും ഈശോ ഉറപ്പ് നൽകിയ. എന്നിട്ട് 7:13 പറയുന്നത്. 14 പറയുന്നത് ഇങ്ങനെയാണ്, ശവമഞ്ചത്തിങ്കൽ തൊട്ടു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നഗര കവാടത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അറ്റ് ദ ഗേറ്റ്, നഗര കവാടത്തിൽ വെച്ചാണ്. മറ്റേത് വീട്ടിനകത്താ, വിചാരം വീട്ടിനകത്താ. 2 ഈ പ്രവൃത്തി പുറത്തു വന്നു, അതായത് നഗര കവാടത്തിലെത്തി. അതായത് അവന്റെ വാക്കായും പ്രവൃത്തിയായും പാപം പുറത്തു വന്നു. അതാണ് നമുക്ക് രണ്ടാമത്തെ അവസ്ഥയിൽ കാണാൻ സാധിക്കുക, രണ്ടാമത്തെ മൃതാവസ്ഥയിൽ കാണാൻ സാധിക്കുക. ഈശോ ശവമഞ്ചത്തിങ്ങൾ തൊട്ടു അഥവാ തടഞ്ഞു എന്നുള്ള രീതിയിലാണ് നമ്മൾ തന്നെ വായിക്കുന്നത്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്തു. നിന്റെ പ്രവർത്തികൾ കൊണ്ട്, നിന്റെ വാക്കുകൊണ്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെ ഞാൻ തൊട്ടു, അവിടെ നിർത്തിയാണ്. നീ മരിച്ചു കിടക്കുന്ന നിന്റെ ശവമഞ്ചത്തെ ഞാൻ തടയുന്നു, ബ്ലോക്ക് ചെയ്യുകയാണ് ഈശോ. നിന്റെ പ്രവർത്തികളിലൂടെ വാക്കിലൂടെയുള്ള തിന്മ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈശോ അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, യുവാവെ എഴുന്നേൽക്കുക. അവനെ എഴുന്നേൽപ്പിക്കുന്നു, അവനെയും പുറത്തു കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പ്രവർത്തിയാലുള്ള പാപത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് ഈ സംഭവത്തിൽ കാണാൻ സാധിക്കും. കാരണം ആദ്യത്തത് വീട്ടിനകത്താണ് വിചാരത്താല്, രണ്ടാമത്തത് ഗേറ്റിനടുത്താണ്, നഗര കവാടത്തിനടുത്താണ്. അപ്പോൾ ഒരു പ്രവൃത്തിയാണ്. മൂന്നാമത്തെ സംഭവത്തിലേക്ക് നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, നമ്മളിപ്പോ ഇന്നത്തെ സുവിശേഷഭാഗമാണിത്. ഈശോ ഈ ലാസറിന്റെ രോഗാവസ്ഥ, മരണപ്പെടുന്നു എന്നൊക്കെ പറയുന്ന കാര്യം കേൾക്കുമ്പോഴത്തേക്ക് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. എന്താണ് ഈ പാപം? നമ്മൾ നേരത്തെ പറഞ്ഞു, ശീലമായി പോയ പാപങ്ങൾ. നമ്മുടെ ഒരുപാട് പാപങ്ങൾ നമ്മുടെ വ്യത്യസ്ത പ്രായങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള പലതരം പാപങ്ങളും ഹാബിച്വൽ സിൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഹാബിറ്റായി മാറിയ, ശീലമായി മാറിയ പാപങ്ങൾ. നമ്മൾ മലയാളത്തിൽ തന്നെ തഴക്ക് ദോഷങ്ങൾ, തഴക്കവും പഴക്കവും വന്ന പാപങ്ങളെ തഴക്ക് ദോഷങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഹാബിച്വൽ സിൻ, ഹാബിറ്റായി മാറിയ പാപങ്ങൾ. ഇത് നമ്മൾ ഇതിനകത്ത് നിന്ന് പുറത്ത് കടക്കാന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അതാണ് നമ്മൾ ഇനി ഇതിനകത്ത് വായിക്കുന്നത്. പക്ഷെ അതിനും കുമ്പസാരത്തിലുള്ള വഴിയുണ്ട്. അതാണ് ഈശോ പറയുന്നത്, ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. കാരണം ഒരാളുടെ ശീലമായി പോയ പാപത്തിൽ നിന്ന് ഒരാൾ പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് അയാളുടെ രക്ഷ മാത്രമല്ല, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, മനസ്സിലാക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ്. 11:32 പറയുന്നതാണ്, ഈ മർത്തം എന്ന് പറയുന്നുണ്ടല്ലോ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ
മരിക്കുകയില്ലായിരുന്നു. അപ്പൊ ഈശോയുടെ സാന്നിധ്യം കുറയുന്നത് കൊണ്ടാണ് തഴക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നത്. നിരന്തരം കുമ്പസാരവും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ ആയിട്ട് നടക്കുന്ന, ദിവ്യാന്റെ സ്വീകരണവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് തഴക്ക ദോഷങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാലും വരും. പക്ഷെ എന്നാലും ഈശോ ബോധപൂർവ്വം ഈശോയെ നമ്മൾ കുടിയിരുത്തുകയാണെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, ആ തഴക്ക ദോഷം ഉണ്ടാകത്തില്ലായിരുന്നു. 11:35 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു കണ്ണുനീർ പൊഴിച്ചു. യേശു കണ്ണുനീർ പൊഴിച്ചു. ബൈബിളിൽ തന്നെ ഏറ്റവും ചെറിയ വാക്യം എന്നൊക്കെ നമ്മൾ എപ്പോഴും എടുത്തു പറയാനുള്ള വാക്യമാണ് ഈ 11:35. യേശു കരഞ്ഞു, യേശു കണ്ണുനീർ പൊഴിച്ചു എന്ന് പറയപ്പെടുന്ന വാക്യം. നമ്മൾ ഓർക്കണം, മറ്റ് രണ്ടിടത്ത് ഈശോ കരഞ്ഞിട്ടില്ല. വിചാരത്താനുള്ള പാവം കരയണ്ട എന്ന് അവരോട് പറഞ്ഞിട്ട് അവനെ പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് പ്രവർത്തിയാനുള്ള പാവം കരയണ്ട നിന്നെ പുറത്തു കൊണ്ടുവരിക. പക്ഷെ ശീലമായി പോയ പാവങ്ങൾ നോക്കുമ്പോൾ ഈശോയ്ക്ക് വിഷമമുണ്ട്, ഈശോ കരയുന്നു. നമ്മൾ ലാസർ എന്ന് പറയുന്ന വ്യക്തിയോ യുവാവിനെയോ ആ ബാലികയോ ഒന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ തന്നെ ചിന്തിക്കുകയാണ് കുമ്പസാരമായിട്ട് ബന്ധപ്പെടുത്തി. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ പറയുന്നതാണ്, നിന്റെ ശീലമായി പോയ തഴക്ക ദോഷങ്ങളെ, ഹാബിച്വൽ സെൻസിനെ ഓർക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. ഈശോ കരയുക. അതിനകത്ത് പെട്ടിട്ട് അതിനകത്ത് പുറത്ത് കിടക്കാതെ എങ്ങനെ മുമ്പോട്ട് പോയില്ലേ? ഈശോ കരയുന്നു. ഈശോ കണ്ണുനീർ പൊഴിച്ചു. എന്നിട്ട് 38-ാമത്തെ വാക്യം, 11-ാം വാക്യം, ഈ ഈശോ വരുന്നു. ഇതൊരു കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒരു ഗുഹ, കല്ലറ അതൊരു ഗുഹയായിരുന്നു. അതൊരു ഇരുട്ട് നിറഞ്ഞൊരു അനുഭവത്തിലേക്ക് അവൻ പെട്ടുപോയി. രണ്ട്, അതിൻ്റെ മേലൊരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേൽ ഒരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അടഞ്ഞുപോയി, ഇരുട്ടിൽ അടഞ്ഞുപോയി അല്ലെങ്കിൽ അടച്ചു കളയപ്പെട്ട ഒരു ജീവിതമായി മാറുന്നു ഈ തഴക്കദോഷം. ശീലമായി പോലെ നമ്മൾ ചില അഡിക്റ്റായി മാറും. ചില പാവങ്ങളിൽ നമ്മൾ അഡിക്റ്റായി പോകുന്നു. ഒരുപാട് തരം പാവങ്ങളുണ്ട്. അതിൻ്റെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് തരം: പണക്കൊതി, അല്ലെങ്കിൽ അഴിമതി, അനീതി, ലഹരി, ആസക്തികൾ, ജഡിക പാവങ്ങൾ. ഇങ്ങനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ വ്യത്യസ്ത പ്രായത്തിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട് ശീലമായി മാറിയ നിരവധി പാവങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ട് പാവങ്ങളൊക്കെ ഈ ശീലമായി പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്ന പാവങ്ങളൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെട്ടയാണ്. അത് ഇരുട്ടിനകത്താണ്, പുറത്തൊരു കല്ലും ഉരുട്ടി വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. അതെടുത്ത് മാറ്റി ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരണം. നമ്മൾ അതിൻ്റെ നേച്ചർ പറഞ്ഞു തരുന്നതാണ് 11:38. അതൊരു ഗുഹയായിരുന്നു, അതിൻ്റെ മുകളിൽ ഒരു കല്ലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അങ്ങനെയാണ്: കല്ലെടുത്ത് മാറ്റുമെന്ന് പറയുക. കല്ലെടുത്ത് മാറ്റാനായിട്ട് ഈശോ ആവശ്യപ്പെടും. അപ്പോൾ ഇവർ പറയാം, അത് ദുർഗന്ധം വമിക്കുന്ന പരുവായി കാണും, ദുർഗന്ധമായി. കാര്യം ഇവന്റെ ശീലത്തിൽ നിന്ന് ഇവനെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ദുർഗന്ധം ഉണ്ടാക്കും, കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ പോവുക അവനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ. അത് ഒരുപാട് ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നിട്ട് അവനത് കാരണം കൂടി പറയുന്നുണ്ട്: ഇത് 4-ാം നാളാണ്. 4-ാം നാളാണ്. എന്താണ് ഈ 4-ാം നാൾ? നമ്മൾ യഹൂദ പാരമ്പര്യ പ്രകാരം 3 ദിവസങ്ങൾ ആ ആത്മാവ് ആ ശരീരത്തിനരികിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നും അത് കഴിയുമ്പോൾ ഈ ആത്മാവ് ശരീരത്തെ വിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഇയാൾക്ക് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ 3-ാം പക്കം എന്നൊക്കെ പറയുന്നു. 3-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു പറയുന്ന ഹോപ്പിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഈശോ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഇതൊരു വിഷയമല്ല. ആത്മാവ് പോകുന്നതിന്റെ ഒക്കെ കാരണമായിട്ട് ശരീരത്തിന്റെ നിറം മാറി തുടങ്ങുകയും ശരീരം അഴുകി തുടങ്ങുകയും ചെയ്യുന്നത് ഈ 4-ാം നാളാണ്, 3-ാം നാൾ കഴിയുമ്പോഴാണ് എന്ന് പറഞ്ഞു വെക്കുക. അങ്ങനെ ഒരു വിശ്വാസം യഹൂദർക്കുണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം ഇനി പ്രതീക്ഷയൊന്നും ഇല്ല, ദുർഗന്ധം വരുന്ന രീതിയിൽ അവൻ അഴുകി നാശമായി പോയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈശോ അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. 4-ാം നാളാണ് എന്ന് പറയുന്നത് ഈശോയ്ക്ക് വിഷയമല്ല. എത്ര പഴകിപ്പോയ അഴുകിപ്പോയ പാപമാണെങ്കിലും നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതാണ് കുമ്പസാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുന്നത്. അത് എത്ര പഴകിപ്പോയി, എത്ര നശിച്ചുപോയി, അഴുകിപ്പോയി എന്ന് പറഞ്ഞാലും ശരി, നിന്നെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ 4-ാം നാളായി ദുർഗന്ധം വമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈശോ ഇടപെടുക. 11:40 40-ാം വാക്യം പറയുന്നതിനാണ്: വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഇടപെടുന്നത്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ഈശോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ 11:42 പറയുന്നുണ്ട്, ഇത് പ്രവർത്തിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. ഈശോ പ്രാർത്ഥിക്കുക, എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ ആ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്ക് ഈശോ ചിന്തിക്കുന്നതാണ്, എന്നിൽ ഇങ്ങനെ ഈശോ പറയുമ്പോഴത്തേക്ക് ഈശോ ഉദ്ദേശിക്കുന്നതാണ്, അതായത്
ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ കൂടി ദൈവത്തിൽ വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് ഈശോ ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ആ പ്രാർത്ഥനയിലൂടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിശ്വാസം, അതായത് ഒരു തഴക്ക ദോഷത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, കുടി നിർത്തി എന്ന് പറയുന്ന ആൾ സാക്ഷ്യം പറയുന്നു. സത്യത്തിൽ അതാണ് ഈ സംഭവം. ഒരാള് അയാളുടെ തഴക്ക ദോഷത്തിൽ നിന്നും ശീലമായി പോയ പാവത്തിൽ നിന്നും പുറത്ത് കിടക്കുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. അപ്പൊ അതൊരു സാക്ഷ്യമായി മാറും, മറ്റുള്ളവർ കൂടി വിശ്വസിക്കണം. അത് ഈശോ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈശോ പറയുന്നത്, മറ്റൊരു ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക, ലാസറെ പുറത്തു വരിക എന്ന് ഈശോ അവനോട് അപ്പൊ അങ്ങനെയാണ് ഇയാളെ പുറത്തു കൊണ്ടുവരുന്നത്. ഇനി പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് ചെയ്യുന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അത് യേശു അവനോട് പറഞ്ഞു, ഇങ്ങനെ അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു. നമ്മൾ അതിന്റെ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ബന്ധിക്കപ്പെട്ടിരുന്നു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഈ പുറത്തു കൊണ്ടുവന്നു, ജീവൻ വന്നു, കുമ്പസാരം കഴിഞ്ഞു, പുറത്തു വന്നു. ഇനി കെട്ടഴിക്കുക എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട്. കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ആളുടെ മേൽ 2 തരത്തിലുള്ള കെട്ടുകളുണ്ട്. അവൻ മുഖത്ത് കെട്ടിയിരുന്നു, ശരീരത്ത് കെട്ടിയിരുന്നു പറഞ്ഞു. 2 തരം കെട്ടുകളുണ്ട്. ഒന്ന്, ഇയാള് മോശപ്പെട്ട ഒരാളായിരുന്നു, ഇത്തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള തഴക്കദോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സമൂഹത്തിനറിയാം, വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. അപ്പം അവൻ പുറത്തു വന്നെങ്കിൽ അവനെ അംഗീകരിക്കുക, അല്ലാതെ അവൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, നീ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവന് മേൽ നമ്മൾ വെക്കുന്ന ഒരു കെട്ട്, ഒരു പ്രധാനപ്പെട്ട കെട്ട്. അത് അവനെ ബന്ധിച്ചിരിക്കുക. അവന് പിന്നെ ഒരു മൂവ്മെന്റ്, അവന്റെ ഒരു സ്വതന്ത്രമായ ജീവിതം സാധ്യമല്ലാത്ത വിധം അവന്റെ മേൽ നമ്മൾ ചുമത്തുന്ന ദുരാരോപണങ്ങൾ അവന്റെ മേലുള്ളൊരു കെട്ട. കുമ്പസാരിച്ച് ജീവൻ പ്രാപിച്ച് തിരികെ വരുന്ന ഈ പാപിക്ക് മേൽ നമ്മൾ കെട്ടുകൾ കെട്ടാതിരിക്കണം. അതാണ് ഈശോ പറഞ്ഞത്, അതിന്റെ കെട്ടഴിച്ചു മാറ്റ്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിങ്ങനെ പലപ്പോഴും പലതരത്തിലുള്ള പാപത്തിലും ഒക്കെ പെട്ടുപോയ മനുഷ്യരെ നമ്മളിങ്ങനെ അവഹേളിച്ച് സംസാരിക്കുകയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ഇപ്പൊ പുണ്യാളനെ അയക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ശബ്ദം അത്തരത്തിലുള്ള കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റണമെന്ന് ഈശോ വ്യക്തമായിട്ടും പറയുകയാണ്. അങ്ങനെയുള്ള കെട്ടുകളെല്ലാം അവനിൽ നിന്ന് അഴിച്ചു മാറ്റപ്പെടണം. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ അവൻ തന്നെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ചില മോശം കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ ആയിരിക്കണം അവൻ ഈ ശീലത്തിൽ പെട്ടുപോയിട്ടുള്ളത്. അത്തരത്തിലുള്ള കെട്ടുകൾ ഇനി പാടില്ല, അതും അഴിച്ചു മാറ്റണം. മനുഷ്യരിങ്ങനെ അവനെ അവഹേളിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരാരോപണങ്ങളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റണം. 2, അവനെ വീണ്ടും പെടുത്താൻ സാധ്യതയുള്ള കെട്ടുകൾ അഴിച്ചു മാറ്റണം. ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇങ്ങനെയാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത്. അതായത് അവൻ സ്വതന്ത്രമായി, അവൻ കുമ്പസാരിച്ചു, അവന്റെ പാവം മാറി, എല്ലാം ഓക്കെയാണ്. പക്ഷെ കെട്ടുകൾ കൂടി അഴിക്കപ്പെടണം എന്ന് പറയുന്നത് അവസാനിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 തലങ്ങളിലുള്ള വിശുദ്ധീകരണം നമ്മളിൽ സാധ്യമാകുന്ന കുദാശയുടെ പേരാണ് കുമ്പസാരം. നമ്മൾ ഈശോ 3 പേരെ ഉയർപ്പിക്കുകയാണ്. ഈ 3 പേരെ ഉയർപ്പിക്കുക, ജാറൂസിനെ മകൾ ഉയർപ്പിക്കുമ്പോൾ ഈ എൻലൈറ്റൻസ് us with the light of Yahweh, യഹോവയുടെ വെളിച്ചം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന വീട്ടില ഉള്ളില നഗരകപാടത്തിൽ വെച്ച് പ്രവൃത്തിയായി മാറിയ പാപത്തിൽ നിന്നും അവൻ പുറത്ത് നമ്മളെ കൊണ്ടുവരുന്നു. 3, അവൻ ശീലമായി പോയ പാപത്തിന്റെ ഗുഹയിൽ നിന്നും, ഇരുട്ടുമൂടിയ ഗുഹയിൽ കല്ല് എടുത്തു മാറ്റി അവൻ നമ്മളെ പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകളിൽ വഴങ്ങാം. അവൻ നമ്മളെ സ്വതന്ത്രമാക്കട്ടെ. നമ്മുടെ ഈ ദിവസങ്ങളിൽ കുമ്പസാരം എന്ന കുദാശയിലൂടെ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.